ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മനോഹരമായ ഈ പുതിയ പ്രഭാതത്തിലെ ധ്യാന ചിന്തയ്ക്കായി എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അല്പനേരത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 119 സങ്കീർത്തനത്തിൻ്റെ 105 വാക്യം. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു. മെക്സിക്കോ ഉൾക്കടലിൽ മീൻ പിടിക്കുന്നതിന് പോയ ചില ആളുകൾക്കുണ്ടായ ഒരു അനുഭവം ഒരു പുസ്തകത്തിലൂടെ ഞാൻ വായിക്കുവാനിടയായി. അവർ ഒരു ചെറിയ മോട്ടോർ ബോട്ടിൽ കയറി കരയിൽ നിന്നും ഏകദേശം 5 മൈൽ അകലെ തങ്ങൾക്ക് സുപരിചിതമായ ഒരു സ്ഥാനത്തേക്ക് പോയി. അവരുടെ യാത്ര സുഖകരമായിരുന്നു. ദൗത്യവും വിജയകരമായി. യാതൊരു പ്രയാസവും അവരുടെ യാത്രയിൽ അവർക്ക് അനുഭവപ്പെട്ടില്ല. എന്നാൽ ഉച്ചതിരിഞ്ഞ സമയത്ത് പെട്ടെന്ന് ശക്തിയായ മൂടൽമഞ്ഞ് ഉരുണ്ടുകൂടാൻ തുടങ്ങി. അവർ കാര്യം മനസ്സിലാക്കി മടങ്ങിപ്പോകുവാനായി ബോട്ട് തിരിച്ചു വിട്ടപ്പോഴേക്ക് ഏതാനും വാരകൾക്കപ്പുറം അശേഷം കാണുവാൻ കഴിയാതെ വണ്ണം മഞ്ഞ് അവരെ മുഴുവനായി ഗ്രസിച്ചു കഴിഞ്ഞു. ഊറ്റമായ ചങ്കിടിപ്പോടെ കരയിലേക്കുള്ള വഴി ഊഹിച്ച് നിർണ്ണയിക്കുവാൻ അവർ ശ്രമിച്ചു. അപ്പോൾ അവരിലൊരാൾ തൻ്റെ കൈവശം ഒരു ചെറിയ വടക്കുനോക്കി യന്ത്രം ഉള്ള കാര്യം ഓർമ്മിച്ച് തൻ്റെ പോക്കറ്റിൽ നിന്നും അത് വലിച്ചെടുത്തു. അതിൻ്റെ ചെറിയ സൂചി ഉത്തരദിക്ക് ചൂണ്ടിക്കാട്ടിയതിനെ അടിസ്ഥാനമാക്കി തങ്ങൾക്ക് പോകേണ്ട വഴി അവർ നിർണയിച്ചപ്പോൾ അത് നേരത്തെയുള്ള തങ്ങളുടെ ഊഹവുമായി അശേഷം പൊരുത്തപ്പെടുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായി. എങ്കിലും ഒടുവിൽ അവർ ആ വടക്ക് നോക്കിയെ തന്നെ ആശ്രയിക്കുവാൻ തീരുമാനിച്ചു. പക്ഷേ ബോട്ട് അതിശീഘ്രം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ശബ്ദത്തെ വെല്ലുമാറ് ഈ വടക്ക് നോക്കി ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, നാം വഴിതെറ്റിയാണ് പോകുന്നത് എന്നെല്ലാം തങ്ങളിൽ തന്നെ ഓരോരുത്തർ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഏതായാലും ആ ചെറിയ സൂചിയെ തന്നെ അവർ വഴികാട്ടിയായി സ്വീകരിച്ചു. സമയം വളരെ ദീർഘമായി അവർക്ക് തോന്നിയെങ്കിലും ഒടുവിൽ തങ്ങൾ സമീപിച്ചു കൊണ്ടിരിക്കുന്ന കടൽ തീരത്തിൻ്റെ അവ്യക്തമായ കാഴ്ച അവർക്ക് ദൃശ്യമായി. മൂടൽ മഞ്ഞിലൂടെ വളരെ കൃത്യമായി അവർ നയിക്കപ്പെട്ട് തങ്ങൾ യാത്ര പുറപ്പെട്ട കടൽപ്പാലത്തിൽ നിന്ന് കഷ്ടിച്ച് ഏതാനും വാരം മാത്രം അകലെ ചെന്ന് ചേർന്നു. പ്രിയമുള്ളവരെ, വിശ്വാസത്താൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തോന്നുന്നത് ഇരുട്ടിൽ നടക്കുക എന്നാണ്. എന്നാൽ വെളിച്ചമില്ലാതെ നടക്കുക എന്നൊരിക്കലും അതിനർത്ഥമുണ്ടാകില്ല. എത്ര അമ്പരപ്പിക്കുന്ന ചുറ്റുപാടുകളിലും ഒരു വിശ്വാസിക്ക് ആവശ്യമായ മാർഗനിർദ്ദേശം വചനത്തിൽ നിന്നും കണ്ടെത്തുവാനായി നമുക്ക് കഴിയും. ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം. വടക്ക് നോക്കി യന്ത്രം പോലെ അത് നമുക്ക് വഴി കാട്ടിത്തരും. നാം ആഗ്രഹിക്കുന്ന ദൂരം വരെ കാണുവാൻ ഒരുപക്ഷെ അത് നമ്മളെ സഹായിച്ചില്ല എന്ന് വരാം. എന്നാൽ വഴി എന്തെന്നറിയാതെ ഉഴലുന്ന ഒരവസ്ഥയിലാണ് നിങ്ങൾ എങ്കിൽ അത്യാവശ്യമായി കാണേണ്ടതെല്ലാം കാണുവാൻ വചനമെല്ലായ്പ്പോഴും നമ്മളെ സഹായിക്കും. വചനം വായിക്കുവാനും വചനത്തിൽ വേരൂന്നി വളരുവാനും ഈ വചന കേൾവിയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മേവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ഞങ്ങൾക്ക് എഴുതപ്പെട്ട് നൽകിയിരിക്കുന്നതായ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കൂരിലിൻ്റെ പാതയിൽ അവ്യക്തമായ ഞങ്ങളുടെ സഞ്ചാര ദിശകളിൽ കർത്താവെ വ്യക്തമായി കാണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ആത്മീയ കണ്ണുകളെ വചനം തുറക്കും എന്ന് ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. വചനത്തോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.